സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന്റെ ഈ ഒരു കാറിന്റെ ഈ ഒരു ടയർ അലോയ് വീലാക്കാൻ വേണ്ടി നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ പുനലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സുഹൃത്ത് ഫൈസൽ. ആൾ ഇങ്ങനെയാണെങ്കിലും ഒടുക്കലത്തെ ബുദ്ധിയും ലുക്കുമാണ്. അതാണ് നമ്മുടെ നമ്മൾ ഫൈസലുമായിട്ടും നമ്മുടെ അലിയായിട്ടും നമ്മൾ പുനലൂർ ടയേഴ്സിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് കരിക്കോട് ഭാഗത്താണ് ഉള്ളത്, കൊല്ലം കരിക്കോട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഓട്ടോ ഉണ്ട് നമ്മുടെ പുനലൂരിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പം നമ്മൾ കുണ്ടറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, കുണ്ടറ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര ഇതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ചില കടകളൊക്കെ തുറന്നു കിടക്കുന്നു. അത്യാവശ്യം ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തെത്തിയപ്പോൾ നമ്മളെക്കാളും ഫസ്റ്റ് കയറണമെന്നും പറഞ്ഞൊരു KSRTC ഇതാ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വലത്തോട്ടങ്ങ് തിരിഞ്ഞങ്ങ് കയറി. നമ്മൾ പാവം അവിടെ നിർത്തി കൊടുത്തു. കാര്യം KSRTC ആണ്. ഈ പരസ്യം കൊള്ളല്ലോ. വേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട. അങ്ങനെ നമ്മൾ ആ സിഗ്നലുള്ള ഭാഗത്തെത്തി. ഇവിടുന്ന് റൈറ്റ് പോകുന്നത് തിരുവനന്തപുരം, നേരെ പുനലൂർ, ലെഫ്റ്റിലോട്ട് അടൂര്, അങ്ങോട്ട് പോകുന്ന ആ ഒരു ലൊക്കേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട്. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ പുനലൂർ ടയേഴ്സിലെത്തി. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കാണാം, വീഡിയോയിൽ കാണാം, അലോയ്സുകൾ നിരത്തി വാരി ഇട്ടിരിക്കുന്നതായിട്ടുള്ള ഈ കാഴ്ച. ഇതാ നോക്കിയേ, ഇത് അലോയ്സുകൾ ഇതെല്ലാം പുതിയ മോഡൽസുകളാണ്. പുതിയ മോഡൽസും ഉണ്ട്, പഴയ മോഡൽസും ഉണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മുടെ സമയം അത്രയും പോകും. കാര്യം നമുക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളും കുറേ സമയം, ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ ചവിട്ടി നിന്ന് ലാസ്റ്റ് എന്ത് ചെയ്തു, നമ്മളും. അപ്പോൾ കാണാൻ സുഹൃത്തുക്കളെ, വെളിയിൽ ഒരു അൾട്ടോ കാറിന് ഇട്ട അലോയാണിത്. ഇതൊരു ലേറ്റസ്റ്റ് മോഡലാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പിന്നൊരു താറ് വന്നു. അതൊരു അപ്ഗ്രേഡ് 17 സൈസ്, അത് അവർ 19 ആക്കി. പിന്നൊരു ഹുണ്ടായി i10 വന്നു. അതും നല്ല ലുക്കുള്ള ഒരു ഇതായിരുന്നു അലോയ്. പിന്നെ ഒരു കാർ നിങ്ങൾക്കറിയാലോ, സുസുക്കിയുടെ ഒരു പിന്നെ അൾട്ടോ K10 ആണെന്ന് തോന്നുന്നു, ആ ഒരു വണ്ടി. പിന്നെ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഉച്ച സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. മസ്സലാം.